പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിലേക്ക് സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ നോമ്പിന്റെ 5ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ കർത്താവായ യേശു ഒരു സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 18 വർഷമായി കൂനിയായി കുനിഞ്ഞ് നടന്നിരുന്ന ഒരു സ്ത്രീയെ നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്നതും അവിടെ നിവർന്നു നിൽക്കുന്നതുമായിട്ടുള്ള സംഭവമാണ്. ഈ ദേവാലയത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യഹൂദന്മാരുടെ ദേവാലയം ഏറ്റവും സുന്ദരമായ കൊത്തുപണികൾ കൊണ്ടും കലാവിരുന്ന് കൊണ്ടും ഏറ്റവും ആകർഷണീയമാണ് യഹൂദന്മാരുടെ ദേവാലയം. നമ്മുടെ ലേവ്യ പുസ്തകത്തിൽ യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ചും ഈ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് മോശയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർണം പൊതിഞ്ഞ മദ്ബഹായും വിശുദ്ധ സ്ഥലവും, വെള്ളി പൊതിഞ്ഞ സ്ഥലങ്ങളും, കൊത്തുപണികളും, ലെബനോനിലെ ദേവദാരു വൃക്ഷങ്ങളും കൊണ്ടൊക്കെ അലങ്കരിച്ച അതിബൃഹത്തായ ദേവാലയം. യഹൂദന്മാരുടെ ദേവാലയത്തിന് ആരാധനയ്ക്ക് വരുന്ന ആ ദേവാലയത്തിൽ ഇരുന്നവര് വളരെ ആകർഷണീയമായ പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിച്ച യഹൂദന്മാരുടെ പുരോഹിതന്മാര് ഒരു ഭാഗം, യഹൂദന്മാരുടെ നോബിൾ അരിസ്റ്റോക്രാറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഫരിസേയര് മറ്റൊരു വിഭാഗം, സദുക്കായര്, സ്ത്രീകള്, പുരുഷന്മാര്, ഇങ്ങനെ വളരെ സമ്പന്നമായ ഒരു ആൾക്കൂട്ടമണ്ഡലത്ത് നമ്മുടെ കർത്താവിന്റെ കണ്ണുകള് പരതുകയായിരുന്നു. ഈ കൊത്തുപണികളാൽ അലങ്കൃതമായ ഈ ദേവാലയത്തിലോ ഈ ദേവാലയത്തിന്റെ ഭംഗിയിലോ യഹൂദന്മാരുടെ ദേവാലയം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, എത്ര മനോഹരമായ ദേവാലയം, 30 വർഷം കൊണ്ട് വളർന്നത്. കർത്താവിനോട് പറയുന്നത് നിങ്ങൾ വിളിച്ചടഞ്ഞേക്കാണ്, അത്രയും മൂല്യമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നുമല്ല കർത്താവിന്റെ കണ്ണുടക്കിയത് എന്നുള്ളതാണ്. ഈ പുരോഹിതന്മാരുടെ കണ്ണഞ്ചിക്കുന്ന ആ പൗരോഹിത്യ വസ്ത്രത്തിലൊന്നും കർത്താവിന് വലിയ ശ്രദ്ധ ഉണ്ടായില്ല. നമ്മുടെ പള്ളി വരുമ്പോൾ അച്ഛന്റെ കാപ്പി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓ, നല്ല സുന്ദര കാപ്പ, ഈ അച്ഛന് പറ്റിയതല്ല ഇത്. നമ്മുടെ കണ്ണുകളൊക്കെ എവിടെയാണ് നടക്കുന്നത്? അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാർ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, അമേരിക്കയിൽ നിന്ന് മോഹൻ കൊടുത്ത വാച്ചാണ്. അത് 12 മണിക്കൂർ പുറകിലാണെന്നുള്ളത് ഈ വല്യപ്പൻ അറിഞ്ഞിട്ട് ഇത് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്നവന്റെ കണ്ണ് ആ വാച്ചിലാണ്. ധരിച്ചുകൊണ്ട് വന്ന കാഞ്ചീപുരം സാരിയിലാണ് ഇപ്പോഴും പലരുടെയും കണ്ണുടക്കി നിൽക്കുന്നത്, വിളിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കണ്ണുകൾ ഇതിലൂടെ പതിക്കുമ്പോൾ തമ്പുരാന്റെ കണ്ണിങ്ങനെ പരതുകയായിരുന്നു. ഇവരിലൊന്നും കർത്താവിന്റെ കണ്ണ് പതിച്ചില്ല. കർത്താവിന്റെ കണ്ണ് പതിച്ചത് ഈ മനോഹരമായ ദേവാലയത്തിലെ ഈ സമ്പന്നരായ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരു മൂലയ്ക്ക്, ഇവിടുത്തെ മൂലയ്ക്കിരിക്കുന്നവരും അത്ര പാവപ്പെട്ടവരൊന്നുമല്ല, ഇവിടുത്തെ മൂലയ്ക്കിരിക്കുന്നവരും സ്റ്റെപ്പിൽ ഇരിക്കുന്നവരും ഒക്കെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഞാൻ പറയാറുണ്ട് സ്റ്റെപ്പിൽ ഇരിക്കുന്നവരോട്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന്.
അവിടെ ഒന്നും അല്ല കർത്താവിന്റെ കണ്ണു പതിഞ്ഞത്. ഈ ദേവാലയത്തിൽ 18 വർഷമായി കൂലി നടന്നിരുന്ന ഒരു സ്ത്രീ, യാതൊരു സൗന്ദര്യമില്ലാത്ത, യാതൊരു ആകർഷണീയമില്ലാത്ത ഒരു സ്ത്രീയെ കർത്താവിന്റെ കണ്ണു പതിഞ്ഞെന്നുള്ളതാണ്. ഇവിടെയാണ് കർത്താവ് കണ്ടത്. 100 കണക്കിന് ആൾക്കാർ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഇവിടെയാണ് കർത്താവ് കണ്ടത്. കർത്താവിന്റെ കണ്ണ് അവരിൽ പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, കണ്ണു പതിയുക, നോട്ടം എന്ന് പറയുന്നത് വലിയ ശക്തമായ ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനമാണ്. ഈ കണ്ണുകൊണ്ട് നമുക്ക് നശിപ്പിക്കാനും സാധിക്കും, പണതുയർത്താനും സാധിക്കും. മനസ്സിന്റെ നേർക്കാഴ്ചയാണ് കണ്ണെന്ന് പറയുന്നത്. മറ്റൊരു അവയവങ്ങൾക്ക് അത്രയും ശക്തിയില്ല. കൈയും കാലും മൂക്കും ചെവിയും ത്വക്കും നാവും പോലല്ല കണ്ണ്. മനസ്സിന്റെ നേരിട്ടുള്ള ഒരു കമാൻഡിൽ പ്രവർത്തിക്കുന്നതാണ് കണ്ണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ നോട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്, കണ്ണിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയാറുണ്ട്, വീട് വെച്ചിട്ട് കഴിഞ്ഞ ദിവസവും ഞാൻ നമ്മുടെ ഇതുവഴി പോയപ്പോഴൊരു പുതിയ വീട് പണിതേക്കുന്നു. ഒരു മരത്തിന്റെ ഇല കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നോട് ചോദിച്ചാൽ അതിനെ കെട്ടിയിട്ടേക്കുന്നത് കണ്ണ് കിട്ടാതിരിക്കാനാണ്. ചില പിള്ളേരുണ്ട്, പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കൊച്ചിനെ കരച്ചിലാണ്, മൂക്കിൽ ഒഴിപ്പിക്കുകയാണ്. വലിയവരുടെ പറയും കണ്ണ് കിട്ടിയതാണ്. ഇതിന് കണ്ണ് കിട്ടിയിട്ടെന്ന് പറയുന്നത് ഭക്ഷണയുടെ വളർന്ന് ഒഴിയുകയാണ്, കണ്ണ് കിട്ടാതിരിക്കാൻ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കണ്ണ് കിട്ടുക എന്നുള്ളൊരു വിശ്വാസം കണ്ണിന്റെ ശക്തിയാണ്. അത് അന്ധവിശ്വാസമാണെങ്കിലും നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്കൊരു ചിന്തയുണ്ട്, കണ്ണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ കണ്ണിന്റെ ശക്തി അത് വലിയ ശക്തിയാണ്. നമ്മൾ ചിന്തിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ട് വിട്ടിട്ട് ആദ്യമായിട്ട് ചേർത്തിട്ട് അപ്പനും അമ്മയും പറയും, ഒന്ന് നോക്കിക്കോണേ, ഒന്ന് നോക്കിക്കോണേ. ചെല്ലുമെന്ന് പറയും, അച്ഛാ ഒരു കണ്ണ് വേണം, അതത്ര ശരിയല്ല. അമ്മയുടെ അപ്പന്റെ കണ്ണ് അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ പണി തരുന്നത്. ഒരു കണ്ണ് വേണം, ഒരു നോട്ടം വേണം. കാരണം ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ ശക്തിയെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി ചെല്ലികൾ നോക്കുമ്പോൾ രൂക്ഷമായിട്ട് നോക്കാം, നമുക്ക് കണ്ണിൽ നിന്ന് അഗ്നി വരാം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ നോക്കി പേടിപ്പിക്കുകയാണോ, എന്താ നോക്കി ദഹിപ്പിക്കുകയാണോ? കണ്ണിന്റെ ശക്തിയാണ്. നമ്മൾ ദഹിച്ചു തുടങ്ങി എന്നുള്ളതാണ് എന്റെ അർത്ഥം. ചില ഭർത്താക്കന്മാരുടെ രൂക്ഷമായ നോട്ടം, ചില ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ ഓർമ്മ രൂക്ഷമായ നോട്ടം, നീ നേടിക്കാൻ നോക്കി പേടിപ്പിക്കുകയാണോ? അപ്പൊ നോക്കുമ്പോഴും പേടിക്കുന്നതാണ്. ചിലർ പറയാറുണ്ട്, അവനെ സൂക്ഷിക്കണം കേട്ടോ, അവന്റെ നോട്ടം ശരിയല്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ അവനൊരു നോട്ടം അത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിക്കണം അവനെ. ചിലരുടെ നോട്ടം അങ്ങനെയുണ്ട്. സിനിമയിലൊക്കെ പണ്ടത്തെ സിനിമയിലെ വില്ലന്മാരൊക്കെ നോക്കുന്ന നോട്ടം ഇങ്ങനെ നോട്ടം, ആ നോട്ടം ശരിയല്ല എന്ന് പറയുകയാണ്. ഇനി ക്രിസ്തുവിനെ പറയുന്നുണ്ട്, നമ്മുടെ പല നോട്ടങ്ങളിലും സെക്സി ആയിട്ടുള്ള നോട്ടമാണെന്ന് പറയാറുണ്ട്, ക്രിസ്തുവിനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, വ്യഭിചാര ചിന്തയോടുകൂടി നോക്കുന്നവന് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കാൻ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോട്ടത്തിന്റെ പ്രത്യേകത അത് വലുതാണ്. കണ്ണിന്റെ പ്രത്യേകത നമുക്കറിയാം, പലതരത്തിലുള്ള നോട്ടമുണ്ട് നമുക്ക്. ചിലരുടെ നോട്ടം അതിർത്തി നിറഞ്ഞൊരു നോട്ടം. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ട ഭാര്യ അല്ലെ മക്കൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ ഒരു നോട്ടമുണ്ട്, ഇല്ലേ? അതിനാണ് അതിർത്തി നിറഞ്ഞ, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന നോട്ടം. പരിഹസിച്ച് നോക്കുന്നൊരു നോട്ടമുണ്ട്, അത് നമുക്കറിയാം. ഈ നോട്ടങ്ങളെല്ലാം നമുക്കറിയാം, അറിയാവുന്നില്ല. നമ്മളിങ്ങനെ പരിഹാസ്യമായ ഒരു നോട്ടമുണ്ട് നമുക്ക്. അതുപോലെ പുച്ഛത്തോടുകൂടി ഒരു നോട്ടം. പണ്ടത്തെ സിനിമയിലൊക്കെ വില്ലന്മാരെ കാണിക്കുന്നത് പുച്ഛമായിട്ടുള്ള നോട്ടം നമുക്കറിയാം. കഴുകൻ നോട്ടം എന്ന് പറയുന്ന നോട്ടം. കഴുകൻ ശവം നോക്കി നടക്കുന്നത് പോലെ എന്തടിച്ചു മാറ്റാം, എന്ത് കിട്ടും, അവന് വീണ കാപ്പണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. കഴുകൻ നോട്ടം.
കഴുകന്റെ നോട്ടം പോലെ നോക്കുന്ന നോട്ടങ്ങൾ, നിസ്സംഗമായ നോട്ടം, ഒരു സുഖവുമില്ല, ഒരു താല്പര്യമില്ല, നിസ്സംഗമായ നോട്ടം. നോട്ടത്തിന്റെ പ്രത്യേകത ഭയങ്കരമാണ്. നമ്മുടെ കർത്താവിന്റെ നോട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തില് കർത്താവിന്റെ 2 നോട്ടങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 2 നോട്ടങ്ങൾ. കർത്താവിന്റെ ഒന്നാമത്തെ നോട്ടം കൃപ നിറഞ്ഞ നോട്ടമാണ്, കൃപയോടുകൂടിയുള്ള നോട്ടമാണ് കർത്താവിന്റെ. ഉരുത്തൻ മരത്തിന്റെ മണ്ടക്കേറിയിരുന്നു സക്കേവൂസ്. 100 കണക്കിന് ആൾക്കാരുടെ നടുവിലൂടെ പോയി ക്രിസ്തു അവരെ കണ്ടു എന്നുള്ളതാണ്, അവനെ നോക്കിയെന്നുള്ളതാണ്. ആ നോട്ടം കൃപയുള്ളൊരു നോട്ടമായിരുന്നു. അവനെ അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അവന്റെ വീട്ടിൽ കർത്താവ് പോയി. അവന്റെ വീട്ടിൽ പോയി അവനോട് ഭക്ഷണം കഴിച്ചു, അവനെ അനുഗ്രഹിച്ചു. നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കൃപ കൊടുക്കുകയാണ്. അപ്പൊ കർത്താവ് നോക്കാൻ കഴിയുന്നത് ഒന്ന് കൃപയോടുകൂടിയുള്ള നോട്ടമാണ്. നമ്മുടെയൊക്കെ കർത്താവ് നോക്കുന്നതും നോക്കേണ്ടതും കൃപ നിറഞ്ഞ കണ്ണുകളുള്ളതാണ്. നമ്മളെ നോട്ടാണ് സഭയിൽ കൂത്തുമയിൽ പാടാറുണ്ട്. പരമോന്നതമാം പരമനിലവനും പരമേ ദേവ കൃപനീറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥന. കൃപ നിറഞ്ഞൊരു നോട്ടം കർത്താവിൻ്റെത്. രണ്ടാമത്തേത് കർത്താവിന് നോക്കാൻ സാധിക്കുന്ന കരുണയുള്ള നോട്ടമാണ്. കരുണയുള്ള നോട്ടം, കരുണ നിറഞ്ഞ നോട്ടം. ഈ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നൊരു സ്ത്രീയെ, കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ് പാപിനിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നൊരു സ്ത്രീയെ, ഈ സ്ത്രീയെ തമ്പുരാൻ നോക്കിയത് കരുണ നിറഞ്ഞ ഒരു നോട്ടമാണ്. കരുണ നിറഞ്ഞ നോട്ടം. ഇന്നത്തെ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ കൂനിയായ സ്ത്രീയെ കർത്താവ് നോക്കിയത് കരുണ നിറഞ്ഞ നോട്ടത്തോടു കൂടിയാണ് കർത്താവ് നോക്കിയത്. കരുണ നിറഞ്ഞ നോട്ടത്തോടു കൂടി. സാർത്ര എന്ന് പറയുന്ന വലിയൊരു ചിന്തകനുണ്ട്, ഒരു ഫ്രഞ്ച് ചിന്തകനാണ്, ജീൻ-പോൾ സാർത്ര. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ നോക്കാൻ അറിയത്തില്ല, തുറച്ചു നോക്കാൻ അറിയത്തുള്ളൂ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവ് തുറച്ചു നോക്കുന്നവനല്ല, കർത്താവിനെ 2 രീതിയിൽ നോക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് കൃപ നിറഞ്ഞൊരു നോട്ടവും, 2 കരുണ നിറഞ്ഞൊരു നോട്ടവും. ഈ കരുണ നിറഞ്ഞ നോട്ടമാണ് ഈ സ്ത്രീ കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മുടെ തമ്പുരാന്റെ നോട്ടം, നമ്മുടെ കർത്താവിന്റെ നോട്ടം. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, നീ എത്ര ഉന്നതനായാലും കർത്താവിനെ നോക്കില്ല, നീ എത്ര എളിയവനാണോ അത്രയും കർത്താവിനെ നോക്കും എന്ന് അർത്ഥം വരുന്ന ഒരു തിരുവചനമുണ്ട് ഒരു പുസ്തകത്തിൽ. തമ്പുരാൻ നമ്മളെ നോക്കുന്നത് നമ്മുടെ പുറംഭംഗി കണ്ടുകൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, നമ്മുടെ ധനം കണ്ടുകൊണ്ടല്ല. തമ്പുരാന്റെ കണ്ണ് തിരയുന്നത്, ഈ ദേവാലയത്തിൽ തമ്പുരാന്റെ കണ്ണ് തിരയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടോ, എളിയവരുണ്ടോ, വിനീതരുണ്ടോ, കൂലിപ്പോയവരുണ്ടോ, അവമാന ഭാരത്താൽ കൂടി നിൽക്കുന്നവര്, രോഗത്താൽ കൂടി നിൽക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയാൽ തലപൊക്കാൻ സാധിക്കാത്തവര്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ദുഃഖം കൊണ്ട് തലകൂലിപ്പോയവര് ഈ ദേവാലയത്തിൽ തമ്പുരാനെ നോക്കിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹങ്കാരത്തിന്റെയും നമ്മുടെ അഹംഭാവത്തിന്റെയും നമ്മുടെ സമ്പത്തിന്റെയും നമ്മുടെ കഴിവുകളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അത് പ്രദർശിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നതെങ്കിൽ തമ്പുരാന്റെ കടാക്ഷം നമുക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതിങ്ങനൊരു ദൈവമാണ്, ഇങ്ങനെയുള്ളവരെ മാത്രം നോക്കുന്ന ഒരു ദൈവമാണ്. മറ്റുള്ളവരെ ആരെയും നോക്കുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടോ, അപമാന ഭാരത്താൽ നിൽക്കുന്നവരുണ്ടോ, ദുഃഖത്താൽ കുനിഞ്ഞു നിൽക്കുന്നവരുണ്ടോ, സാമ്പത്തിക ബാധ്യതയുള്ളവരുണ്ടോ, മുറിഞ്ഞ ഹൃദയമുള്ളവരുണ്ടോ? നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെയുണ്ട്? എത്ര പേർ ആ ഒരു മനോഭാവത്തോടുകൂടി പള്ളി വരുന്നുണ്ട്? നമുക്ക് ആലോചന ചെയ്യാതിരിക്കുന്നു. ഇവിടെ നമ്മൾ വേറൊരു സംഭവം കാണുന്നുണ്ട്. ഈ തമ്പുരാൻ ഈ നന്മ ചെയ്തപ്പോൾ യഹൂദന്മാർ പറയുന്നു, 18 വർഷമായിട്ട് കൂടി നടന്ന ഒരു സ്ത്രീയെ ഇതുവരെ അവരാരും കണ്ടില്ല. അവളെ
ഇതുവരെയും അവരോട് ആരും സംസാരിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചിട്ടില്ല. ഇത് തമ്പുരാൻ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവൾക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കർത്താവിനെ കുറ്റം ആരോപിക്കുകയാണ്. ഇത് നിനക്ക് മറ്റൊരു ദിവസം ചെയ്തുകൂടെ? സാബത്തിൽ തന്നെ ചെയ്യണം. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലേവ്യ പുസ്തകത്തിലെ, മോശയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സാബത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ. അതാണ് അവരുടെ നിയമം. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എടാ മോശന്മാരെ, ഈ ഞായറാഴ്ച ദിവസം സാബത്ത് ദിവസം നീ എന്റെ കാളയെയും കഴുകയെയും ഒട്ടകത്തെ അഴിച്ചോടെ പോയി വെള്ളം കൊടുക്കുന്നില്ലേ? അതിന് തീറ്റ കൊടുക്കുന്നില്ലേ? അത് ജോലിയല്ലേ? അപ്പൊ നിനക്ക് ലാഭം ഉണ്ടാകാവുന്നതും നിനക്ക് വരുമാനം ഉണ്ടാകാവുന്നതും ചെയ്യാം. 18 വർഷമായി കൂലി നടന്നിരുന്ന ഈ സ്ത്രീയെ ഞാൻ സുഖമാക്കിയതിൽ നിങ്ങൾ കുറ്റം കണ്ടെത്തുകയാണ്. അബ്രഹാമിന്റെ മകളെ, ഇവർ അഭിമാനിക്കുന്ന നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഈ മകളെ സുഖമാക്കിയത് നിങ്ങൾ അതിനെ അസൂയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ സാബത്ത് നിയമങ്ങളും എല്ലാ മത നിയമങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, മനുഷ്യന്റെ റിലീജിയോസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവരുടെ സ്പിരിച്വാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തോടുള്ള ഭക്തി കൂടുന്നുണ്ട്, ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമുള്ള താല്പര്യം കൂടുന്നുണ്ട്. അതെല്ലാം മതങ്ങളുമാണ്. പക്ഷെങ്കിൽ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാർക്കെങ്കിലും നമ്മുടെ മധ്യത്തിലോട്ട് വരാം. നമുക്കാർക്കെങ്കിലും നമ്മുടെ ഇടവകയില് ആഹാരമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് നമുക്കാർക്കെങ്കിലും ഇതുവരെ ഒരു കൺസേൺ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവയിൽ എത്ര പേര് 3 നേരം ആഹാരമില്ലാതെ ജീവിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു മുറിവുണ്ടായിട്ടുണ്ടോ? നോവുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇടവകയിൽ നല്ല രീതിയിൽ പഠിച്ചു വന്നൊരു കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ സാമ്പത്തികമില്ലാത്ത ഒരു പഠിത്തം മുടങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു വേദന നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇടവകയില് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ മുടക്കരുതെന്ന് ഡോക്ടർമാർ വിളിച്ചു കൊടുത്ത മരുന്ന് മുടങ്ങി നെഞ്ചുകൊത്തി ജീവിക്കുന്ന എത്ര പേരുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോവുണ്ടായിട്ടുണ്ടോ? എന്നാൽ ഈ അട്ടാരയില് ഈ പുരോഗതി അർപ്പിക്കുന്ന ഈ കർമ്മങ്ങളിൽ അല്പം വീഴ്ച വന്നാൽ നമുക്ക് നോവുണ്ടാകും. ഓ, അച്ഛൻ ഇടത്തോട്ടല്ലല്ലോ വലത്തോട്ടല്ല തിരിഞ്ഞിരുന്നത്. ഇതാണ് നമ്മുടെ റിലീജിയോസിറ്റി. ഇതാണ് നമ്മുടെ റിലീജിയോസിറ്റി. മീൻ കൂട്ടിപ്പോയി. ഈ മീൻ കൂട്ടിയാൽ എന്താ കൂട്ടിയില്ലെങ്കിലെന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചതുപോലെ ഇതിലൊന്നുമല്ല നമ്മുടെ ഹൃദയം ഉടക്കേണ്ടത് കേട്ടോ. ഇതിലൊന്നുമല്ല നമുക്ക് നോവുണ്ടാകേണ്ടത്. എന്റെ ഇടവകയിൽ ദാരിദ്ര്യം കൊണ്ട് കൂനിയവരുണ്ടോ? എന്റെ ഇടവകയിൽ പട്ടിണി കൊണ്ട് കൂനിപ്പോയവരുണ്ടോ? എന്റെ ഇടവകയിൽ അഭിമാനം നഷ്ടപ്പെട്ട് കൂനി നടക്കുന്നവരുണ്ടോ? എന്റെ ഇടവകയിൽ കടബാധ്യത കൊണ്ട് കൂനി നടക്കുന്നവരുണ്ടോ? അവരിലാണ് നമ്മുടെ കണ്ണുടക്കുന്നത്. അവരിൽ കണ്ണുടക്കുമ്പോഴാണ് തമ്പുരാൻ പ്രസാദിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടായ ശ്രീബുദ്ധന്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ബിംബിസാര എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തില് രാജാവ് ബുദ്ധനെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ശ്രീബുദ്ധ, നമ്മുടെ ഈ മത നിയമങ്ങളുടെയും ആചാര്യങ്ങളുടെയും എല്ലാം മൊത്തം മൂല്യം എന്താണ് നിങ്ങൾ കൂട്ടി പറയാം? അന്നിരുന്ന മത നിയമങ്ങളുടെയും മത ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മൊത്തം മൂല്യം എന്താണ്? അപ്പൊ ബുദ്ധൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നീ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തുള്ള മത നിയമങ്ങളും മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂതാശകളും പ്രാർത്ഥനകളും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഓലകൾ കൊണ്ടുപോകാം. അതെല്ലാം കൊണ്ടുവന്നു. ഒരു ത്രാസൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഒരു തട്ടിലത് വെച്ചു. ബുദ്ധൻ പാടത്ത് പണിയെടുക്കുന്ന 10 വയസ്സുള്ള പിഞ്ചു ബാലനെ വിളിച്ചുകൊണ്ട് വന്നു. മറ്റേ തട്ടിൽ നിർത്തി. തട്ടിൽ നിർത്തിയപ്പോൾ ഈ തട്ടിലാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കൂതാശകളുടെയും എഴുതി വെച്ചിരിക്കുന്ന ഓരോ തട്ട് പൊങ്ങി. ബുദ്ധൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇതിന്റെ എന്റെ മൂല്യം. ഒരു 20 കിലോ ഭാരമുള്ള ഒരു ബാലന്റെ അത്രയും പോലും തൂക്കം നിന്റെ രാജ്യത്തിലെ മുഴുവൻ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂതാശകൾക്കും ഇല്ല. രവീന്ദ്രനാഥ ടാഗോർ തന്റെ ഗീതാഞ്ജലിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ജപവും ഈ ഭജനയും
അവസാനിപ്പിക്കാൻ നേരമായി. ഈ ജപവും ഈ ഭജനയൊക്കെ അവസാനിപ്പിക്കാൻ നേരമായി. നിന്റെ ദൈവം ശ്രീകോവിലില്ല. അവൻ പാടം കളയ്ക്കുന്നവരിലേക്കും പാറ പൊട്ടിക്കുന്നവരിലേക്കും പടി ചവിട്ടിപ്പോയിരിക്കുന്നു. ഗീതാഞ്ജലിയിലെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ്. ഈ ജപവും ഭജനയും അവസാനിപ്പിക്കാൻ സമയമായി. നിന്റെ ദൈവം ശ്രീകോവിലില്ല. അവൻ പാടം കളയ്ക്കുന്നവരിലേക്കും പാറ പൊട്ടിക്കുന്നവരിലേക്കും പടിയിറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമ്മുടെ ദേവാലയത്തിൽ വരുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ കൂലിപ്പോയ മനുഷ്യരിലേക്ക് നീങ്ങണം. നമ്മളായിട്ടാരും ആരും കൂരാൻ ഇടവരുതെന്നുള്ള വേറൊരു കാര്യം. എല്ലാവരും തലയുയർത്തി ജീവിക്കാനുള്ള ബോധവും അഭിമാനവും ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ മധ്യത്തിൽ ഊനിയവരുണ്ടോ? നമ്മുടെ മധ്യത്തിൽ വേദന കൊണ്ട് കുഞ്ഞു നിൽക്കുന്നവരുണ്ടോ? നമുക്ക് അവരിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. തമ്പുരാന്റെ കണ്ണ് എന്നിലുണ്ടാകണമെങ്കിൽ, തമ്പുരാൻ എന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ, തമ്പുരാൻ എന്നെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ തമ്പുരാൻ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളിമയുണ്ടാകണം, നമുക്ക് വിനയമുണ്ടാകണം. നമ്മുടെ ദൈവസന്നിധിയിൽ വിനയമുള്ളവരായിട്ട് ജീവിക്കണം. എന്റെ തമ്പുരാൻ നോക്കിയത് ജോസഫിന്റെ 11 സഹോദരന്മാരെ അല്ല നോക്കിയത്. അവരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ജോസഫിനെ നോക്കിയ ദൈവം പുരോഹിതവർഗം പിടിച്ച് കിണറ്റിലെറിഞ്ഞ ജെറമിയായെ നോക്കിയ ദൈവം, സിംഹക്കുട്ടിയിൽ എറിയപ്പെട്ട ദാനിയേലിനെ നോക്കിയ ദൈവം. ഈ ദൈവമാണ് ഇന്നുള്ളത്. നമ്മുടെ ആളയാഭരണങ്ങളല്ല കർത്താവ് കാണുന്നത്, നമ്മുടെ ആരോഗ്യമല്ല കാണേണ്ടത്, നമ്മുടെ സൗന്ദര്യമല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ കഴിവുകളല്ല നോക്കേണ്ടത്. നമ്മുടെ വിനയമാണ് നോക്കുന്നത്, നമ്മുടെ എളിമയാണ് നോക്കുന്നത്. നമ്മൾ എന്തുമാത്രം എളിമപ്പെടുന്നുവോ വിനയപ്പെടുന്നുവോ അത് നോക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. വിനയത്തോടെ, എളിമയോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സാധുവിനെ നോക്കുന്ന ദൈവം, എളിയവനെ നോക്കുന്ന ദൈവം, കൂലി നടക്കുന്നവരെ നോക്കുന്ന ദൈവം, അവമാന ഭാരത്താൽ, കടബാധ്യതയാൽ, ദുഃഖത്താൽ, ഭാരത്താൽ വിനയപ്പെട്ട് ജീവിക്കുന്നവരെ നോക്കുന്ന ദൈവം. ആ ദൈവമാണ് എന്നെയും നിന്നെ നോക്കുന്നത്. ഞെളിഞ്ഞ് നടന്നതുകൊണ്ട്, പത്രാസ കാണിച്ചതുകൊണ്ട്, അഹങ്കാരം കാണിച്ചതുകൊണ്ട് ദൈവത്തിന് മുമ്പ് വില പോകത്തില്ല. എളിമയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്നെ നോക്കുന്ന ദൈവമേ, സാധുവായ എന്നെ നോക്കണമേ, സാധുവായവരെ നോക്കുന്ന ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം പാവത്തിലും രോഗത്തിലും കണ്ണുനീരിൻ താഴ്വരയിൽ
വിണ്ണീരന്റെ വീടൊരുക്കി Barcos comentar